ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ ശ്രീകൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള സംവാദമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും രുക്മിണി പറഞ്ഞു, അങ്ങയുടെ മഹിമാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന യാചകർ മാത്രമാണെന്ന് അങ്ങ് പറഞ്ഞതും തികച്ചും ശരിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആരാണ് യാചകർ? യാചകർ മുഴുവൻ സമുന്നതരായ ഭക്തജനങ്ങളാണ്, മുക്താത്മാക്കളും സന്യാസികളുമാണ്. അങ്ങയുടെ പ്രകീർത്തിയല്ലാതെ അങ്ങയെ പ്രകീർത്തിക്കുകയല്ലാതെ മറ്റൊരു ജോലിയുമില്ലാത്ത മഹാത്മാക്കളും ഭക്തജനങ്ങളുമാണ് അവർ. കടുത്ത ദ്രോഹികളോട് പോലും ഇത്തരം മഹാത്മാക്കൾ പൊറുക്കും. യാചകരെന്ന് വിളിക്കപ്പെടുന്ന ഇക്കൂട്ടർ ഭൗതിക ലോകത്തിലെ എല്ലാത്തരം കൊടിയ ദുരിതങ്ങളും സഹിച്ച് ജീവിതത്തിൽ ആധ്യാത്മിക പുരോഗതി പ്രാവർത്തികമാക്കും. പ്രിയപ്പെട്ട നാഥ, എൻ്റെ പരിചയക്കുറവ് കൊണ്ടാണ് അങ്ങയെ ഞാൻ ഭർത്താവായി വരിച്ചതെന്ന് കരുതരുത്. സത്യത്തിൽ ഈ മഹാത്മാക്കളെയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്. മഹത്തുക്കളായിരിക്കുന്ന ഈ യാചകന്മാരുടെ മാർഗം പിന്തുടർന്ന് അവിടുത്തെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഭഗവാൻ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ് എന്ന് രുക്മിണി ദേവി സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് നിർധനനാണെന്ന് പറഞ്ഞതും ശരിയാണ്. അങ്ങയെ തന്നെ സ്വയം ഈ മഹാത്മാക്കൾക്കും ഭക്തജനങ്ങൾക്കുമായിട്ട് വിതരണം ചെയ്തു. ഈ വസ്തുത എനിക്ക് ശരിക്കും മനസ്സിലായതുകൊണ്ടാണ് ബ്രഹ്മദേവനും ഇന്ദ്രനും സമാനരായിരിക്കുന്ന മഹാപ്രഭാവശാലികളെ ഞാൻ തിരസ്കരിച്ചത്. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ കാലം എന്ന മഹത്തായ ഘടകം പോലും പ്രവർത്തിക്കുകയുള്ളൂ. പ്രപഞ്ചത്തിനുള്ളിൽ എവിടെയും നിമിഷങ്ങൾക്കകം സർവനാശം വരുത്താൻ കഴിയുന്നത്ര ശക്തവും മഹത്വമാണ് കാലം എന്ന ഘടകം. ഈ വക ഘടകങ്ങളെല്ലാം പരിഗണിച്ചാണ് എന്നെ പരിണയിക്കാനെത്തിയ ജരാസന്ധനും ശിശുപാലനും അതുപോലുള്ള മറ്റുള്ള രാജാക്കന്മാരും വെറും ക്ഷുദ്രജീവികളെക്കാൾ കൂടുതലായിട്ട് ഒരു പ്രാധാന്യവും ഞാൻ കൽപ്പിക്കാതിരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സർവശക്തനായിരിക്കുന്ന വാസുദേവപുത്ര, മഹാരാജാക്കന്മാരെ ഭയന്ന് അങ്ങ് സമുദ്രത്തിലെ ജലാന്തർഭാഗത്ത് അഭയം തേടി എന്നുള്ള അങ്ങയുടെ പ്രസ്താവം തികച്ചും യുക്തം തന്നെ. എന്നാൽ അങ്ങയോട് എനിക്കുള്ള പരിചയം ഇതിനെ എതിർക്കുന്നു. ഇപ്പറഞ്ഞ രാജാക്കന്മാർ മുഴുവൻ സന്യാസത്തിൽ എന്നെ അങ്ങ് ബലാത്കാരമായിട്ട് തട്ടിക്കൊണ്ടു പോയത് ഞാൻ നേരിൽ കണ്ടതാണ്. എൻ്റെ വിവാഹ ചടങ്ങുകളുടെ സമയത്ത് പുല്ലിൽ കെട്ടിയ ഞാണിന്മേൽ വെറുമൊരു തട്ടൽ കൊണ്ട് നിഷ്പ്രയാസം അങ്ങ് മറ്റുള്ളവരെ മുഴുവൻ ഓടിച്ചു വിടുകയും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ എനിക്ക് അഭയം നൽകുകയും ചെയ്തു. നായാടി കിട്ടിയ വസ്തുവിൽ തൻ്റെ പങ്ക് കണ്ണ് ചിമ്മുന്നതിനകം തന്നെ മറ്റ് നിസാര ജീവികളെ ഓടിച്ച് വിട്ടിട്ട് ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ടു പോകുന്ന സിംഹത്തെപ്പോലെ അങ്ങ് എന്നെ തട്ടിക്കൊണ്ടു പോയത് ഇപ്പോഴും വ്യക്തമായി ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഭഗവാനെ പത്മനേത്ര, അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ച മറ്റാളുകളും നിരാലംബരായിട്ടാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്കൻ, പൃഥു, ഭാരതൻ, യയാതി, ഗയൻ എന്നീ രാജാക്കന്മാരൊക്കെ ലോക ചക്രവർത്തിമാരായിരുന്നെന്നും അവരുടെ പ്രോന്നത പദവിയോട് മത്സരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, പരമോന്നത പദവിയോട് മത്സരിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നും ലോക ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അവിടുത്തെ പാതാരവിന്ദങ്ങളുടെ അനുഭാവം നേടാനായിട്ടുണ്ട് എല്ലാ പദവികളും ത്യജിച്ച് അനുഷ്ഠാനങ്ങൾക്കായിട്ട് വനത്തിൽ ജീവിച്ചവരാണ് അവർ എല്ലാം തന്നെ. അങ്ങയുടെ പാതാരവിന്ദങ്ങളാണ് സമസ്തവും എന്നും അംഗീകരിച്ച സ്വമേധയ ഇങ്ങനെയൊരു നില സ്വീകരിച്ചപ്പോൾ അവർ ദുഃഖിതരും നിരാലംബരും
ആയിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? ഭഗവാൻ പറഞ്ഞത് പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ച മറ്റാളുകളും നിരാലംബരായിട്ടാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞത്. അത് മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞാൽ അനേക പദവികളും ഇല്ലേ സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ തപസ് ചെയ്ത മഹാത്മാക്കളുണ്ട്. അപ്പോൾ അവർ ഈ ഭൗതികമായിട്ട് എന്ത് നേട്ടങ്ങൾ കൊണ്ട് ഇരുന്നാലും അതൊരിക്കലും ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഒരു ഭക്തനെ ഇല്ലെങ്കിൽ എന്നിൽ ചേർക്കാൻ ഇല്ലെങ്കിൽ മുക്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് എല്ലാവിധ ക്ലേശങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും കളയും എന്ന് ഭഗവാൻ തന്നെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അവർ നിരാലംബരായ അവസ്ഥയിൽ എന്നെ മാത്രം ആലംബം പാലിക്കണം, ശരണം പ്രാപിക്കണം എന്നർത്ഥം. മറ്റെല്ലാം ഭൗതിക അവസ്ഥകളും ത്യജിച്ചിട്ട് പൂർണ്ണമായിട്ടും എന്നിൽ ശരണം പ്രാപിക്കുന്ന അവസ്ഥയിൽ ദേഹബോധം പോലും വിട്ടിട്ട് ദേഹിബോധത്തിലേക്ക് എത്തുന്നവർക്കാണ് ഞാൻ ശരണാഗതി കൊടുക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ട ഭഗവാനെ, നാം തമ്മിലുള്ള ബന്ധം വേർപെടുത്തി ഏതെങ്കിലും രാജവംശത്തിൽപ്പെട്ട മറ്റൊരാളെ എനിക്ക് സ്വീകരിക്കാമെന്ന് അങ്ങ് എന്നെ ഉപദേശിച്ചു. എന്നാൽ പിന്നെ ഭഗവാനെ, അങ്ങ് എല്ലാ സദ്ഗുണങ്ങളുടെയും സംഭരണിയാണെന്ന് എനിക്ക് നന്നായി അറിയാം. നാരദമുനിയെ പോലുള്ള വലിയ പുണ്യാത്മാക്കൾ അവിടുത്തെ അതീന്ദ്രിയമായിരിക്കുന്ന ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്നതിൽ സദാ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പുണ്യാത്മാവിനെ അഭയം പ്രാപിക്കാൻ ഒട്ടും വൈകാതെ തന്നെ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നെല്ലാം വിമുക്തനാകും. അങ്ങയുടെ സേവനവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനാൽ സർവ അനുഗ്രഹങ്ങളും നൽകുമെന്ന് സൗഭാഗ്യദേവത സമ്മതം അരുളുന്നുമുണ്ട്. ഇത്തരം പരിസ്ഥിതികളിൽ പ്രാമാണികമായ കേന്ദ്രങ്ങളിൽ നിന്നും ഒരിക്കലെങ്കിലും അവിടുത്തെ മഹിമാനങ്ങൾ കേൾക്കുകയും ഏതെങ്കിലും വിധത്തിൽ അവിടുത്തെ പാതാരവിന്ദങ്ങൾ അമൃതിന് സമമായ സ്വാദ് നുണയുകയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് എപ്പോഴും മരണം, രോഗം, വാർദ്ധക്യം, പുനർജന്മം എന്നിവ പേടിച്ചു കഴിയുന്ന ഭൗതിക ലോകത്തിലെ ഒരുവനെ വിവാഹം കഴിക്കാനുള്ള വിഡ്ഢിത്തം കാണിക്കുന്നത്. അതായത് രുക്മിണി പറയുന്നു, അവിടുത്തെ മഹിമാനങ്ങൾ കേൾക്കുകയും ഏതെങ്കിലും വിധത്തിൽ അവിടുത്തെ പാതാരവിന്ദ അമൃതത്തിന് സമമായ സ്വാദ് നുണയുകയും ചെയ്തിട്ടുള്ള ഏത് സ്ത്രീയാണ് എപ്പോഴും മരണം, രോഗം, വാർദ്ധക്യം, പുനർജന്മം എന്നിവയെ പേടിച്ചു കഴിയുന്ന ഭൗതിക ലോകത്തിലെ മറ്റൊരുവനെ വിവാഹം കഴിക്കാനുള്ള വിഡ്ഢിത്തം കാണിക്കുന്നത്? അതായത് ഭഗവാൻ എല്ലാം കൊണ്ട് തികഞ്ഞവനാണെന്ന് നാരദാദി മഹാത്മാക്കളെല്ലാം പാടിപ്പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നുണ്ട്, കീർത്തിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് വളർന്നവളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങയുടെ മഹിമയെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഈ ഭൗതിക ബന്ധങ്ങളിൽ മോക്ഷം കിട്ടും. ഇതിൽ കൂടുതൽ കഴിവുള്ള ആളെ വിവാഹം കഴിച്ചാൽ പോലും ഈ പറയുന്ന ബന്ധനങ്ങളിൽ നിന്ന് ഒരിക്കലും മുക്തനാകാനും പോകുന്നില്ല. അപ്പോൾ ആരെ വിവാഹം കഴിച്ചാലും വേണ്ടില്ല, മരണം, രോഗം, വാർദ്ധക്യം, പുനർജന്മം എല്ലാം അവരിൽ നിന്നും ഉണ്ടാകും. അപ്പം ഇതൊന്നുമില്ലാതെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരാളെ പറ്റി കേട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളെ സ്വീകരിക്കുന്നത് വിഡ്ഢിത്തമല്ലേ എന്നാണ് രുക്മിണി പറയുന്നത്. അതിനാൽ വേണ്ടത്ര പരിഗണന കൂടാതെ അല്ല, മറിച്ച് പരിപക്വവും ഗൂഢമായ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തീരുമാനത്തെ തുടർന്നാണ് ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളെ സ്വീകരിച്ചത്. പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് ഉലകിൻ്റെയും നാഥനാണ്, 3 ലോകത്തിൻ്റെയും നാഥനാണ്. ഇഹത്തിലും പരത്തിലും അവിടുത്തെ ഭക്തജനങ്ങളുടെ സർവാഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ അവിടുത്തേക്ക് കഴിയും എന്നതിൽ സംശയമൊന്നുമില്ല. കാരണം അങ്ങാണ് എല്ലാവരുടെയും പരമാത്മാവ്. അങ്ങ് മാത്രമാണ് യോഗ്യനായിരിക്കുന്ന വ്യക്തി എന്ന് കരുതി തന്നെയാണ് ഞാൻ അങ്ങയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല എൻ്റെ ഭർത്താവായിട്ട് തിരഞ്ഞെടുത്തത്. എൻ്റെ ഫലാപേക്ഷ കൂടാതെയുള്ള കർമ്മങ്ങളുടെ ഫലത്തിനനുസരണമായിട്ട് അങ്ങ് എന്നെ ഏത് ജീവവർഗത്തിൽ വേണമെങ്കിലും തള്ളിക്കോളും. അതേക്കുറിച്ച് ലേശവും എനിക്ക് അങ്കലാപ്പവും ഭയമോ ഇല്ല. സദാ അങ്ങയുടെ പാതാരബിന്ദങ്ങളോടൊട്ടി നിൽക്കണമെന്ന് മാത്രമാണ് എൻ്റെ അഭിലാഷവും പ്രാർത്ഥനയും. എന്നാൽ ഭൗതിക അസ്തിത്വത്തിൻ്റെ മതിഭ്രമത്തിൽ നിന്ന് ഭക്തന്മാരെ മോചിപ്പിക്കാൻ അങ്ങയ്ക്ക് കഴിയും. ഒപ്പം അങ്ങയെ തന്നെ ഭക്തന്മാർക്ക് വിതരണം ചെയ്യാനുള്ള പ്രസന്നത എപ്പോഴും അങ്ങയ്ക്ക് ഉണ്ട് താനും.
അപ്പോൾ ഇത്തരത്തിൽ വെറുതെയല്ല ഞാൻ എങ്ങനെയാണ് അങ്ങയെ ഭർത്താവായി സ്വീകരിക്കാൻ തീരുമാനിച്ചത് എന്നും ഭഗവാന്റെ മുമ്പിൽ സമർത്ഥിക്കുകയാണ് രുക്മിണി ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഭഗവാനെ, ശിശുപാലൻ, ജരാസന്ധൻ, ദന്തവക്രൻ തുടങ്ങിയവരെ പോലുള്ള ഏതെങ്കിലും രാജാവിനെ തിരഞ്ഞെടുക്കാൻ അങ്ങ് എന്നെ ഉപദേശിച്ചു. ഇനിയാണേലും ഭഗവാനെ ഉപേക്ഷിച്ചിട്ട് ഇവരെ ആരെങ്കിലും തിരഞ്ഞെടുത്തോളാൻ ഭഗവാൻ പറഞ്ഞു. എന്നാൽ ഈ ലോകത്തിൽ അവരുടെ സ്ഥാനം എന്താണ്? തങ്ങളുടെ ഗ്രാഹീയ ജീവിതം പുലർത്താൻ വേണ്ടിയിട്ട് അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എണ്ണച്ചക്കിൽ കെട്ടിയ കാളകളെപ്പോലെ രാപ്പകൽ അധ്വാനിക്കുന്നുമുണ്ട്. ഭാരം ചുമക്കുന്ന കഴുതകൾക്ക് തുല്യരാണ് അവർ. അവർ നായ്ക്കളെ പോലെ സദാ അപമാനം പേറുന്നു. പൂച്ചകളെപ്പോലെ പിശുക്ക് കാണിക്കുന്നു. അവർ അടിമകളെപ്പോലെ ഭാര്യമാർക്ക് സ്വയം വിൽക്കപ്പെടുന്നു. അങ്ങയുടെ മഹിമാനങ്ങൾ കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും നിർഭാഗ്യങ്ങളായിരിക്കുന്ന സ്ത്രീകൾ ഇത്തരമുള്ളവരെ അല്ലെങ്കിൽ ഇത്തരമുള്ള ആസുരീഭാവമുള്ളവരെ ഭർത്താവായി സ്വീകരിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്ത്രീ, അതായത് അങ്ങ് ഈ ലോകത്ത് മാത്രമല്ല ബ്രഹ്മദേവൻ, ശിവൻ എന്നിവരെ പോലുള്ളവരുടെ സഭാമണ്ഡലങ്ങളിൽ പോലും പ്രശംസിക്കപ്പെടുന്ന ആളാണ് എന്നറിയുന്ന ഒരു സ്ത്രീ അങ്ങയെ ഒഴികെ മറ്റാരെയും സ്വീകരിക്കില്ല. ഈ ഭൗതിക ലോകത്തിനുള്ളിൽ പുരുഷൻ വെറും ഒരു മൃതദേഹം മാത്രമാണ്. വാസ്തവത്തിൽ പുറമേക്ക് ജീവാത്മാവ് ഈ ശരീരം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഈ ശരീരമാകട്ടെ മേൽമീശയും താടിയും കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ഒരു തൊലിച്ചാക്ക് മാത്രമാണ്. ആകെ രോമം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. തല നിറയെ മുടി, വിരലുകളിൽ കൂർത്ത നഖങ്ങൾ. മോടി പിടിപ്പിച്ച ഈ ചാക്കിനുള്ളിൽ കുലുകുലിയായിട്ടുള്ള മാംസപേശികൾ, കെട്ടുകണക്കിന് എല്ലുകൾ, മലം, മൂത്രം, കഫം, പിത്തം, മലിനീകൃതമായ വായു എന്നിവയുമായിട്ട് കൂടിക്കലർന്ന വിവിധ കൃമികീടങ്ങൾക്ക് ഊണായിട്ട് കിടക്കുന്നു. വിഡ്ഢിയായിരിക്കുന്ന ഒരു സ്ത്രീ ഇത്തരമൊരു മൃതദേഹത്തെ ഭർത്താവായി സ്വീകരിക്കുമോ? തികഞ്ഞ തെറ്റിദ്ധാരണ മൂലം തൻ്റെ കൂട്ടുകാരനെന്ന നിലയിൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. നിത്യാനന്ദ ദായിയായിരിക്കുന്ന അവിടുത്തെ പാതാരബിന്ദങ്ങളുടെ രുചി ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഭഗവാനെ ഉപേക്ഷിച്ചിട്ട് ഇതിലും യോഗ്യരായവരെ സ്വീകരിച്ചുകൊള്ളുക, ശിശുപാലനൊക്കെ ഇതിലും ചക്രവർത്തി പദവിയിലെത്തിയവരാണ് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു നോക്കി. അപ്പോൾ അതിനും എന്തുകൊണ്ട് ഞാൻ അവരെ സ്വീകരിച്ചില്ല, ഇല്ലേ ഇപ്പോഴാണെങ്കിൽ ഭഗവാനെ വിട്ടിട്ട് എന്തുകൊണ്ട് മറ്റ് ഈ ആസുരീഭാവമുള്ള സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് രുക്മിണി സമർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദേഹം എന്ന് പറയുന്നത് നശിക്കുന്നതാണ്. ഇതിവിടെ ജീവിച്ചിരിക്കുമ്പോൾ പോലും ഈ ശരീരത്തെ മുഴുവൻ മാലിന്യ കൂമ്പാരമാണ്. അത് എല്ലും മലം മൂത്രം, കഫം, പിത്തം മലിനകൃതമായിരിക്കുന്ന ആ ശരീരത്തെ ആണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ദേഹബോധത്തിൽ നിന്ന് ദേഹിബോധത്തിലേക്ക് എത്തുന്നവർക്ക് മാത്രമേ ഈശ്വരനെ ശരിക്കും മനസ്സിലാകുകയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അതുകൊണ്ട് നാഥ, പ്രിയപ്പെട്ട കമലനയന, അങ്ങ് സ്വയം സംതൃപ്തനാണ്. ഞാൻ സുന്ദരിയാണോ അല്ലയോ, എനിക്ക് വേണ്ടത്ര യോഗ്യതയുണ്ടോ ഇല്ലയോ, ഈ വക കാര്യങ്ങളൊന്നും അങ്ങ് ഗവനിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അതൊന്നും അങ്ങയ്ക്ക് പ്രശ്നവുമല്ല. അതിനാൽ എന്നോടുള്ള അനാസക്തി എന്നെ തീരെ അത്ഭുതപ്പെടുത്തുന്നുമില്ല. കാരണം ഈ 16,108 സ്ത്രീകളുമായിട്ട് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാന് ഒന്നിനോടും ആരോടും പ്രത്യേകിച്ച് മമതയോ ആസക്തിയോ ഇല്ല. ഇവരുടെയൊക്കെ അടുത്ത് നിസ്സംഗഭാവത്തിലാണ്, നിർമ്മലനായിട്ടാണ്, ശുദ്ധ സത്വബുദ്ധിയോടുകൂടിയാണ് ഭഗവാൻ നിസ്സംഗഭാവത്തിലാണ് എല്ലാവരെയും കാണുന്നതെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന സൗന്ദര്യമോ സൗന്ദര്യം ഇല്ലായ്മ ഈ വക കാര്യങ്ങളൊന്നും അങ്ങ് ഗവനിക്കുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതിനാൽ എന്നോടുള്ള അനാസക്തി എന്നെ തീരെ അത്ഭുതപ്പെടുത്തുന്നുമില്ല. അതും തികച്ച സ്വാഭാവികം മാത്രം. എത്ര തന്നെ ഉന്നതമായ പദവിയും സൗന്ദര്യവും ഉള്ളവളായാലും ഒരു സ്ത്രീയോടും അങ്ങയ്ക്ക് ഏറെ അടുപ്പമുണ്ടാകാൻ വഴിയില്ല. ഈ 16,108 സ്ത്രീകളും അടുത്തുണ്ടെങ്കിലും ഇവരുമായിട്ട് ആരുമായിട്ടും പ്രത്യേക അടുപ്പുണ്ടാകാൻ വഴിയില്ല എന്നാണ് രുക്മിണി തന്നെ പറയുന്നത്. അങ്ങയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ശ്രദ്ധയും ഭക്തിയും സദാ അങ്ങയുടെ പാതാരബിന്ദങ്ങളായി തീരട്ടെ. ഇവിടെ രുക്മിണിയുടെ ഭാവം നോക്കണം.
എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും എന്നോട് എത്തരത്തിൽ പെരുമാറുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പിന്നെന്താ, ഞാൻ ഒരു സ്ത്രീയോടും അങ്ങക്ക് അടുപ്പം ഉണ്ടാകാൻ പ്രത്യേകിച്ച് വഴിയില്ലാന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്നോടും ഉണ്ടാകില്ല. അങ്ങക്ക് എന്നോട് പ്രത്യേക സ്നേഹമോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ശ്രദ്ധയും ഭക്തിയും സദാ അങ്ങയുടെ പാതാരബിന്ദങ്ങളിലായി തീരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഭൗതികമായ രജോ ഗുണവും അങ്ങയുടെ സൃഷ്ടി തന്നെയാണ്. അതിനാൽ അങ്ങ് വികാരാവേശത്തോടെ എന്നെ ഒളികണ്ണിട്ട് നോക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലബ്ധിയായിട്ട് ഞാനത് സ്വീകരിക്കുന്നു. ഇത്തരം മംഗളമുഹൂർത്തങ്ങൾ മാത്രമാണ് എൻ്റെ അഭിലാഷങ്ങൾ എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ രുക്മിണിയുടെ പ്രസ്താവവും അവൾക്ക് തന്നോടുള്ള കോപവും പ്രേമവും ഉദ്ദീപിപ്പിക്കാൻ താൻ ഉപയോഗിച്ച ഓരോ വാക്കിനും അവൾ നൽകിയ വിശദീകരണവും കേട്ടപ്പോൾ കൃഷ്ണൻ രുക്മിണിയോട് ഇപ്രകാരം പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും പ്രത്യേകം എടുത്തിട്ട് ചിന്തിച്ച് ആത്മവിചാരം ചെയ്ത് അതിന് തക്കതായ മറുപടി രുക്മിണി ഭഗവാന്റെ മുമ്പിൽ നിരത്തി. ഇവിടെയാണ് ഭക്തിയുടെ പ്രഭാവത്തിൽ നിന്നുണ്ടായ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതെന്നർത്ഥം. ഭഗവാൻ ശരിക്കും രുക്മിണിയെ ചൊടിപ്പിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ തമാശ രൂപേണ പറഞ്ഞതാണ്. എന്താണ് മനോഭാവം എന്നറിയാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആദ്യം കുറച്ച് നമ്മൾ കണ്ടതാണ് രുക്മിണി സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന പോലെ ഈ പരാതിയൊക്കെ കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ ഭഗവാന്റെ ഇത്തരത്തിലുള്ള പരിഹാസമൊക്കെ കേട്ടിട്ട് കരഞ്ഞ് ആകെ വീർത്ത മുഖമൊക്കെ ആയിട്ടിരുന്നതാണ്. പിന്നെ ഭഗവാൻ കുറച്ച് ആശ്വാസമൊക്കെ വാക്കുകളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കഴിഞ്ഞപ്പം പിന്നെ ഭഗവാൻ പറഞ്ഞ ഇത്രയും നേരം ഭഗവാൻ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞോ അതിനൊക്കെ ഓരോ വാക്കിനും പ്രത്യേകമായിട്ട് ചിന്തിച്ചിട്ട് അതേപ്പറ്റി ഓരോന്നും ഖണ്ഡിച്ച് സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചു. ഇത് ശരിയാണെന്ന് പറയേണ്ടത് ശരിയാണെന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അത് മനസ്സിലാകാത്ത കാര്യം മനസ്സിലാകാത്ത പോലെ തന്നെ പറഞ്ഞു. എന്നാലും അതേപ്പറ്റി തൻ്റെ കഴിവനുസരിച്ചുകൊണ്ട് ചിന്തിച്ച് അതിന് ഉദാത്തമായ മറുപടിയും വെച്ചു. ഏതൊക്കെ തരത്തിൽ ഇനി എന്നെ അങ്ങ് പരിഗണിച്ചാലും പരിഗണിച്ചില്ലേലും, എന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലേലും എൻ്റെ ഭക്തിയും ശ്രദ്ധയും സദാ അങ്ങയുടെ പാതാരബന്ധങ്ങളിൽ തന്നെ ആയിരിക്കും എന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് രുക്മിണി സംവാദം അവസാനിപ്പിക്കുന്നത്. ഭൗതികമായ രജോഗുണം അങ്ങയുടെ സൃഷ്ടി തന്നെയാണ്. അതിനാൽ അങ്ങ് വികാരാവശ്യത്തോടെ എന്നെ ഒളികണ്ടിട്ട് നോക്കുമ്പോൾ അത് ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ ലബ്ധിയായിട്ട് ഞാൻ സ്വീകരിച്ചു കൊള്ളാം. ഇത്തരം മംഗളമുഹൂർത്തങ്ങൾ മാത്രമാണ് എൻ്റെ അഭിലാഷങ്ങൾ. വല്ലപ്പോഴുമൊക്കെ ഒന്ന് ഒളികണ്ടിട്ട് നോക്കിയാലും ഞാൻ അതുകൊണ്ട് സംതൃപ്തിയാണെന്നാണ് പറയുന്നത്. അപ്പം രുക്മിണിയുടെ പ്രസ്താവവും അവൾക്ക് തന്നോടുള്ള കോപവും പ്രേമം ഉദ്ദീപിപ്പിക്കാൻ താൻ ഉപയോഗിച്ച ഓരോ വാക്കിനും അവൾ നൽകിയ വിശദീകരണവും ഭഗവാൻ ക്ഷമയോടെ ഇരുന്ന് കേട്ടു. എന്നിട്ട് രുക്മിണിയോട് ഇപ്രകാരം പറഞ്ഞു. അതെന്താ പറഞ്ഞതെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.